ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുത്ത് വെച്ചിട്ടുള്ള സ്റ്റാറാണ്. ഇതുപോലത്തെ സ്റ്റാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാനും പിന്നെ മാലയ്ക്ക് പെൻഡൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും നല്ലതാണ്. ഇതുപോലെ മാലയ്ക്ക് പെൻഡൻ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രസമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 ബീഡ്സ് ഈ നൂലിൽ കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ഇത് ഒരുമിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി 2 ബീഡ്സ് കോർത്ത് കൊടുക്കും. എന്നിട്ട് ഒരു ബീഡ് വിട്ടിട്ട് അടുത്ത ബീഡിലോട്ട് ഇത് കോർത്തെടുക്കും. പിന്നെയും ഇതുപോലെ തന്നെ 2 ബീഡ് കോർത്തിട്ട് ഒരു ബീഡ് വിട്ടിട്ട് അടുത്ത ബീഡിലോട്ട് കോർത്ത് കൊടുക്കണം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ 2 ബീഡ് ഒരുമിച്ചാണ് കോർത്തെടുക്കേണ്ടത്. ഇതുപോലെ കോർത്തെടുക്കാം. അതിനുശേഷം ഇനി ഒരു ബീഡ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 3 ബീഡ് ഒരുമിച്ച് കോർത്തെടുക്കണം. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ചെയ്ത് തീർത്തു. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്യാം. ഇനി ഇത് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഒരു നൂല് ഇതിൻ്റെ ടോപ്പിൽ കോർത്ത് കൊടുക്കാം. ഇങ്ങനെ കോർത്തെടുത്ത് കെട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാവുന്നതാണ്. വുഡൻ ബീഡ് കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. ഞാനിവിടെ മാലയായിട്ട് ചെയ്ത് കാണിക്കുവാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ മാലയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.